സുഹൃത്തുക്കളെ, അരവിന്ദ് കെജ്രിവാൾ രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ദില്ലിയിൽ തിഹാർ ജയിലിൽ നിന്ന് മോചിതനായി എത്തിയ ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ തൻ്റെ രാജി തീരുമാനം അറിയിച്ചത്. 2 ദിവസത്തിനുള്ളിൽ താൻ രാജിവെക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജിവെക്കുമെന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം താൻ ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് കെജ്രിവാൾ ഈ സമയത്ത് അപ്രതീക്ഷിതമായൊരു രാജി പ്രഖ്യാപനം നടത്തുന്നു എന്ന ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ തീരുമാനമാണോ അതോ നിയമപരമായ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കെജ്രിവാളിന്? ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തുടക്കം തന്നെ ഒരു കാര്യം പറയട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അത് ലൈക്ക് ചെയ്യണം എന്ന് താല്പര്യപ്പെടുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നു. കെജ്രിവാൾ എന്തുകൊണ്ട് സ്ഥാനം ഒഴിയുന്നു എന്നുള്ളതാണ്. കെജ്രിവാളിനെ സംബന്ധിച്ച് ആദ്യം അതിൻ്റെ രാഷ്ട്രീയ കാരണം പറഞ്ഞാൽ, രാഷ്ട്രീയ കാരണത്തിന് അപ്പുറത്തേക്ക് നിയമപരമായ കാരണമുണ്ട്. പക്ഷേ ആദ്യം രാഷ്ട്രീയ കാരണം തന്നെ പറയുകയാണ്. വരുന്ന ഫെബ്രുവരിയിലാണ് ഡൽഹിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നടക്കേണ്ടത്. അതായത് അടുത്ത വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്രഖ്യാപനമുണ്ടാകേണ്ട ഒരു പക്ഷേ മാർച്ച് ആ സമയത്തൊക്കെ ആയിരിക്കും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലൊക്കെ നടക്കേണ്ടത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ താൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നുകൊണ്ട്, ഇപ്പോഴത്തെ കേസെല്ലാം നിലനിർത്തിക്കൊണ്ട് തുടർന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നത് അതൊരു ആത്മഹത്യാപരമായ തീരുമാനമാണ് എന്ന് കെജ്രിവാൾ കണക്ക് കൂട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം പറയുകയാണ് താൻ നിരപരാധിയാണ്, തനിക്ക് ഈ കേസുമായി ഒരു ബന്ധവുമില്ല, തന്നെയും പാർട്ടിയും തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുമോ എന്ന സംശയം കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമുണ്ട്. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി, മാസങ്ങളായി അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് മാത്രം അദ്ദേഹം ഇതേ കാർഡ് ഇറക്കിക്കൊണ്ട്, അതായത് താൻ ക്രൂശിക്കപ്പെടുകയാണ്, ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ എല്ലാവരെയും പിടിച്ച് അകത്തിടും, അതിൻ്റെ ഭാഗമായാണ് തന്നെയും പിടിച്ച് അകത്തിട്ടത് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെജ്രിവാൾ അന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം നടത്തിയത്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്ക് വലിയ പ്രതീക്ഷയുള്ള ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ അദ്ദേഹം വലിയ പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ സംഭവിച്ചത് ഈ കെജ്രിവാളിൻ്റെ ഒരു സെൻറ്റിമെൻ്റൽ കാർഡ്, അതായത് താൻ ബലിയാടാകുകയാണ് എന്നുള്ള കാർഡ് വിജയിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഡൽഹിയിൽ മുഴുവൻ സീറ്റിലും BJP വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. നോക്കൂ, രാജ്യത്ത് പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസും ഇന്ത്യ മുന്നണി കക്ഷികളുമൊക്കെ വലിയ നേട്ടമുണ്ടാക്കിയപ്പോൾ, ഒരുപക്ഷെ ഇന്ത്യ മുന്നണി വലിയൊരു തിരിച്ചുവരവ് നടത്തിയപ്പോൾ, ഇപ്പോൾ രാജസ്ഥാനിൽ തൊട്ടുമുമ്പ് BJP അധികാരത്തിലെത്തിയെങ്കിൽ പോലും അവിടെ തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJPക്ക് അവിടെ അത്രത്തോളം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല, പതിവ് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും വലിയ നേട്ടത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുമ്പോൾ കെജ്രിവാളിൻ്റെ ഈ സെൻറ്റിമെൻ്റൽ കാർഡ് ഇരവാദം ഫലത്തിൽ ഡൽഹിയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ കാര്യമായ കേരളത്തിലൊന്നും അങ്ങനെ ചർച്ചയായില്ല. ഡൽഹിയിലെ മുഴുവൻ സീറ്റിലും അവിടെ വിജയിച്ചത് അവിടെ BJP ആയിരുന്നു എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ തീരുമാനം ജനങ്ങൾ എടുത്തത് കെജ്രിവാളിൻ്റെ സെൻറ്റിമെൻസിനൊപ്പം അല്ല എന്നുള്ളതാണ്. ഈ റിസൾട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഇതിന് ശേഷം പിന്നെ CBI കേസൊക്കെ വന്ന് വീണ്ടും അകത്താവുന്ന സാഹചര്യത്തിലേക്കൊക്കെ, അല്ലെങ്കിൽ തന്നെ ജാമ്യം കാലാവധി പൂർത്തിയാക്കി ജാമ്യ സമയത്ത് തന്നെ കെജ്രിവാൾ വലിയൊരു നേട്ടവും വീരപുരുഷനൊക്കെ ആയിട്ട് അവതരിച്ചതാണ്. പക്ഷേ സുപ്രീം കോടതി തന്നെ ഒരു തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം പോയി നടത്തി വരൂ എന്ന് പറഞ്ഞു വിട്ടത് മാത്രമാണ് ഒരു മുതിർന്ന നേതാവായതുകൊണ്ട്. കെജ്രിവാളിനെ പോലെ ഒരാളെ ഒരുപാട് കാലം ജയിലിലിടാൻ കഴിയില്ല, അതൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവായതുകൊണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് കെജ്രിവാൾ ഈ രാഷ്ട്രീയ ഭയം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലുണ്ടായ തിരിച്ചടി, അത് ഇത്ര കാലവും മുഖ്യമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് ഒരു ഭരണസ്തംഭനം ഫലത്തിൽ ഡൽഹിയിൽ ഉണ്ടാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇത് ഡൽഹിയിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ഒരു രാജിയൊക്കെ പ്രഖ്യാപിച്ച് അല്പം ധാർമ്മികതയൊക്കെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകാം എന്നാണ് കെജ്രിവാൾ ക്ഷമിക്കുന്നത്. ഇനി തോറ്റാലും ജയിച്ചാലും ഇത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ, അവസാനം വരെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിയില്ല താൻ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. മാത്രമല്ല, ജയിലിലിട്ടപ്പോൾ അത് ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ജയിലിൽ കിടന്നുകൊണ്ടും താൻ ഭരിച്ചു, അതിന് സുപ്രീം കോടതിയിലൊക്കെ പിന്തുണയുണ്ടായിരുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു നാടകം ഫലത്തിൽ കെജ്രിവാൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
ഒരു കാര്യം കൂടിയുണ്ട്, കെജ്രിവാൾ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറയുമ്പോൾ കെജ്രിവാൾ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അത് ഈ അടുത്ത മാസങ്ങളിൽ നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ നവംബറിലൊക്കെ, ആ സമയത്തിന് മുന്നോടിയായി തന്നെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു ആവശ്യം കൂടി കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് കെജ്രിവാളിൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളൊന്നുമല്ല, ജനങ്ങൾക്ക് കൊടുത്ത സൗജന്യങ്ങളൊന്നുമല്ല, ഈ ഇരവാദം തന്നെ അവതരിപ്പിച്ചുകൊണ്ട്, അതിനപ്പുറത്ത് ഈ ഇരവാദത്തെ മറച്ചു വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, താനൊരു ഇരയാണ് എന്ന് കാണിക്കുക എന്നുള്ളൂ. കാരണം എതിരാളികൾ എല്ലാവരും തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ അതിൽ ആദ്യമേ തന്നെ താനൊരു ഇരവാദം കാണിച്ചുകൊണ്ട് കളിക്കാം എന്നാണ് കെജ്രിവാൾ കരുതുന്നത്. അതിനാണ് ഇപ്പോൾ രാജി പ്രഖ്യാപനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസിൽ നിന്ന് പോലും ഇതൊരു ധാർമ്മികതയുടെ പേരിലുള്ള രാജിയാണ് എന്ന് കണക്കാക്കണ്ട എന്ന് പറയുമ്പോൾ, അവരും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയാണ്, പക്ഷെ പിന്നിൽ നിന്ന് കുത്തുന്നതിന് സമാനമായി കോൺഗ്രസും കെജ്രിവാളിനെ ഈ ഘട്ടത്തിൽ തള്ളിപ്പറയുന്നു. ഒരു ഘട്ടത്തിൽ കെജ്രിവാളിന് അകത്തേക്ക് പോകുമ്പോൾ വലിയ പിന്തുണ കൊടുത്ത കോൺഗ്രസ് ഇനിയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലല്ലോ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമാണ്, ഇനിയുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഡൽഹിയിലൊന്ന് പയറ്റി നോക്കാമെന്ന് കരുതി കോൺഗ്രസും കെജ്രിവാളിനൊപ്പം നിൽക്കാതെ തള്ളിക്കളയുന്നു, പിന്നിൽ നിന്ന് കുത്തുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും എതിരാളിയായ BJP സമാനമായ സാധ്യത തന്നെ ഉപയോഗിക്കുന്നു. അതായത് BJP ഇതൊരു ധാർമ്മികമല്ല, നാടകമാണ്, അങ്ങനെ പുറത്തിറങ്ങിയ ശേഷം രാജ്യമെങ്കിൽ ഉടൻ തന്നെ തീരുമാനിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും MLA-മാരുടെയൊക്കെ യോഗം ചേർന്നിരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ പുതിയ മുഖ്യമന്ത്രി ആരെന്നറിയാം എന്നൊക്കെയാണ് കെജ്രിവാൾ പറയുന്നത്. എന്തായാലും കെജ്രിവാളിൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഏത് നിമിഷവും എന്ത് നിലപാടിലേക്കൊക്കെ മാറാനുള്ള സാധ്യത കെജ്രിവാൾ കാട്ടാറുണ്ട്, മുന്നേയും കാട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ളത് യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുമ്പോൾ, ഇനിയിപ്പോൾ രാജി തീരുമാനം അങ്ങ് പിൻവലിച്ചാലും അതല്ല ഇതാണ് ഗുണം എന്ന് തോന്നിയാലും അത്ഭുതപ്പെടാനില്ല. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് അവസാനം കടക്കുമ്പോൾ, നിയമപരമായ പ്രതിസന്ധിയും കെജ്രിവാളിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകാൻ കഴിയില്ല. സുപ്രീം കോടതി ഇപ്പോൾ ഒരു ജാമ്യം കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ഉള്ളിൽ ഒരുപാട് കാലമൊന്നും ഇടണ്ട, അല്ലാതെ നിങ്ങൾ കേസ് അന്വേഷിച്ചോ എന്ന് CBIയോട് പറഞ്ഞ ശേഷം ജാമ്യത്തിൽ പുറത്തു വിട്ടു എന്നത് ശരിയാണ്. പക്ഷേ കെജ്രിവാളിന് അനങ്ങാൻ കഴിയില്ല. കെജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ കഴിയില്ല, ഫയലുകൾ ഒപ്പിടാൻ കഴിയില്ല. ഈ 2 കാര്യങ്ങൾ ജാമ്യവ്യവസ്ഥയിൽ പറയുന്നു. ഒപ്പം തന്നെ കേസിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് ആരോടും സംസാരിക്കാനും കഴിയില്ല. പിന്നെ എന്തു പറഞ്ഞാണ് കെജ്രിവാൾ ഭരണത്തിലിരിക്കുക? അതായത് സുപ്രീം കോടതി ഫലത്തിൽ കെജ്രിവാളിനെ കൊണ്ട് രാജിവെപ്പിക്കുകയാണ് എന്ന് തോന്നുന്ന സാഹചര്യം വന്നാൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അതാണ് സാഹചര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിയാലിറ്റി ആയിരിക്കുന്നത്. അല്ലാതെ ധാർമ്മികത കൊണ്ട് കെജ്രിവാൾ രാജിവെക്കുന്നു എന്ന ഒരു നറേഷന് യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല. എന്തായാലും അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തി അധികാരത്തിലെത്തിയ ആളാണ്. തനിക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ താങ്കളാരും അധികാരത്തിൽ തൂങ്ങില്ല എന്നൊക്കെ പറഞ്ഞു നിന്ന കെജ്രിവാൾ അദ്ദേഹം മറ്റൊരു നാടകം കളിക്കുന്നു. അദ്ദേഹം അധികാരത്തിലെത്തിയ ശേഷം സമാനമായ രീതിയിലുള്ള ഒരു അധികാരത്തിൽ തന്നെ തൂങ്ങുകയാണ് കഴിഞ്ഞ മാസങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. ഡൽഹിയിലെ ജനങ്ങൾക്ക് അവിടുത്തെ ഭരണം ഫലത്തിൽ സ്തംഭിക്കുന്ന നിലയിലേക്കും കാര്യങ്ങളെത്തി. ഇതാണ് വസ്തുത. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് രേഖപ്പെടുത്തുക. നന്ദി.